മകരവിളക്കിന് 2 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അവധി ദിവസങ്ങളിലും തിരക്കില്ലാത്തതിനാൽ ഭക്തർക്ക് സുഗമ ദർശനമാണ് ലഭ്യമാകുന്നത്. ഇന്നലെ മാത്രം 69,299 ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്നും നാളെയുമായി സന്നിധാനത്ത് കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷ. എരുമേലി പേട്ട സംഘങ്ങളും സന്നിധാനത്തെത്തും. ബുധനാഴ്ചയാണ് മകരവിളക്ക്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ശിവദാസ് കർമ്മനം ചെയ്യുന്നുണ്ട്. ശിവദാസിനോട് ചോദിക്കാം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോന്ന്. ശിവദാസ്, വെരി ഗുഡ് ഈവനിങ്. ഇനി 2 ദിവസം മാത്രം, ബുധനാഴ്ചയാണ് മകരവിളക്ക് തെളിയുന്നത്. ഈ 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് പൂർത്തിയായത്, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്, അപ്പം ഭക്തർക്ക് എങ്ങനെയാണ് സുഗമ ദർശനം ലഭ്യമാകുക? അശ്വതി, സ്വാമി ശരണം. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല സന്നിധാനവും പരിസരവും പൂർണ്ണമായും ഒരുങ്ങിയിരിക്കുകയാണ്. മറ്റന്നാളാണ് മകരവിളക്ക് മഹോത്സവം, ജനുവരി 14-ന്. ഇതിൻ്റെ ഭാഗമായുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്നും പുറപ്പെടും. മറ്റന്നാൾ സന്നിധാനത്ത് എത്തും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പരിശോധനകളും അതോടൊപ്പം തന്നെ മറ്റ് മുന്നൊരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്ത് തിരക്ക് കുറവായിരുന്നു. അതായത് ഡിസംബർ 30-നായിരുന്നു മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ശബരിമല നട തുറന്നത്. ആദ്യ ദിവസങ്ങളിൽ പ്രതിദിനം 1,00,000-ൽ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 4-5 ദിവസമായി ഭക്തരുടെ എണ്ണത്തിൽ വളരെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഭക്തർക്ക് സുഗമ ദർശനം നടത്താൻ കഴിയുന്ന രീതിയിലുള്ള വളരെ കുറച്ച് ഭക്തർ മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത്. ഇന്നലെ 69,299 ഭക്തർ മാത്രമാണ് എത്തിയിരുന്നത്. അതിന് തൊട്ടു മുൻപുള്ള ദിവസം 71,000-ഓളം ഭക്തരായിരുന്നു ശബരിമല സന്നിധാനത്തെ എത്തിയത്. അതായത് ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി നട തുറന്നതിന് ശേഷം ഏറ്റവും കുറച്ച് ഭക്തർ എത്തിയ ദിവസങ്ങൾ കൂടിയായിരുന്നു ഈ ദിവസങ്ങൾ. എന്തായാലും മകരവിളക്ക് മഹോത്സവം കൂടി ആയതുകൊണ്ട് തന്നെ ഇന്നും നാളെയും എല്ലാം തന്നെ കൂടുതൽ ഭക്തർ എത്തും എന്നാണ് കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന ഈ ഭക്തർ ഇവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. വിവിധ ഇടങ്ങളിൽ സന്നിധാനത്തും പരിസരത്തും വിവിധ ഇടങ്ങളിൽ അവർ പർണശാലകൾ കെട്ടി ഇവിടെ തമ്പടിക്കുന്നു. ഏറ്റവും കൂടുതൽ എത്തുന്നതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ്. അവർ ഇവിടെ എത്തി അവർ ഈ ഭാഗങ്ങളിൽ തമ്പടിച്ച് ഇവിടെ തന്നെ കഴിയുന്നുണ്ട്. ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ മകരവിളക്ക് ദിവസമായ മറ്റന്നാൾ 35,000 പേരെ മാത്രമാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുക. 30,000 പേരെ വെർച്വൽ ക്യൂ വഴിയും 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് കടത്തിവിടുക. അതോടൊപ്പം തന്നെ ജനുവരി 13-ന് 35,000 പേരെ വെർച്വൽ ക്യൂ വഴിയും 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് സന്നിധാനത്തേക്ക് കടത്തി വിടുക. അതായത് നാളെ 40,000 പേർക്ക് മാത്രമാണ് ദർശനം നടത്താനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 15-ാം തീയതി മുതലും ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 55,000 പേർക്കാണ് 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഈ ദിവസങ്ങളിൽ ദർശനത്തിനുള്ള സൗകര്യം ഉള്ളത്. അതായത് 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെ 50,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ശബരിമല സന്നിധാനത്തേക്ക് എത്താം. 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനത്തിനെത്താം. എങ്കിലും ഇവിടെ തമ്പടിക്കുന്ന ഭക്തരുടെ എണ്ണമെല്ലാം കണക്കാക്കുമ്പോൾ ഈ മകരവിളക്ക് ദർശിക്കാൻ ഏകദേശം 1.5 ലക്ഷത്തോളം ഭക്തർ ഉണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇതനുസരിച്ചുള്ള ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് അടക്കം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കലിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം. പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സംവിധാനം നിലവിൽ ഇല്ല. നിലയ്ക്കലിൽ ആണ് വാഹനങ്ങൾക്ക് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇവിടെ ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ 1,534 പോലീസുകാരാണ് ഇവിടെ ഡ്യൂട്ടിയിൽ ഉള്ളത്. ഈ ദിവസങ്ങളിൽ കൂടുതൽ പോലീസ് സേനയും ഇവിടെ സുരക്ഷയ്ക്കായി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സേനയും എത്തുന്നുണ്ട്. ഏകദേശം 400-ൽ അധികം പോലീസുകാർ ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി മാത്രം സന്നിധാനത്തേക്ക് ഡ്യൂട്ടിക്കായി എത്തുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ മകരവിളക്ക് മഹോത്സവം ഒക്കെ അടുത്ത സാഹചര്യം ആണെങ്കിൽ പോലും ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കുറച്ച് ഭക്തർ മാത്രമാണ് സന്നിധാനത്തേക്ക് എത്താൻ ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇവർക്ക് കൂടുതൽ സമയം വരി നിൽക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. മരക്കൂട്ടം മുതലാണ് ഇങ്ങോട്ട് ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരൊക്കെ ക്യൂ ആയി കടത്തിവിടുന്നത്, പ്രത്യേകം നിയന്ത്രിച്ച് കടത്തിവിടുന്നത്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിൽ അശാസ്ത്രീയമായ ചില നിയന്ത്രണങ്ങൾ കാരണം അവർക്ക് കൂടുതൽ സമയം വരിയിൽ നിൽക്കേണ്ട
ഒരു സാഹചര്യം ഉണ്ട്. അതായത് പോലീസ് ബോധപൂർവം ഇത്തരത്തിൽ കൂടുതൽ സമയം അവരെ വരിയിൽ നിർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇത് അശാസ്ത്രീയമായ ഒരു നിയന്ത്രണത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള പരാതികൾ ഭക്തരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഉയരുന്നുണ്ട്. അതായത് തുടക്കം മുതൽ തന്നെ അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ആ പരാതികൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. ഭക്തരുടെ എണ്ണത്തിൽ കുറവായിട്ട് പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് അസൗകര്യങ്ങൾ ഒക്കെ ഭക്തർ ഇപ്പോഴും നേരിടുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ അപര്യാപ്തത ഈ അവസാന ഘട്ടത്തിലെത്തുമ്പോഴും ഇപ്പോഴും ഭക്തർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ശബരിമലയിൽ നിന്നും പറയാനുള്ളത്. തുടക്കം മുതൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഈ വിഷയങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലുമില്ല സൗകര്യങ്ങൾ എവിടെയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഭക്തർ പല ഇടങ്ങളിലും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചയ്യപ്പന്മാരും പ്രായം കുറഞ്ഞ കുട്ടികളും എല്ലാം തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ മാളികപ്പുറം ഉണ്ട്, പ്രായമായ ആളുകൾ ഉണ്ട്, 80 വയസ്സിന് മുകളിലുള്ള തന്നെയാണ്. ജനം ടി വി ആദ്യം മുതൽ മണ്ഡലകാലം ആരംഭിച്ച സമയം മുതൽ തന്നെ പുറത്തു വിട്ടിരുന്നു അത്തരത്തിലുള്ള വാർത്തകൾ. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. നോക്കൂ പ്രേക്ഷകരെ, ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് മകരവിളക്കിന് 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോഴും ഈ ശബരിമലയിൽ യാതൊരു സജ്ജീകരണങ്ങളും യാതൊരു ഒരുക്കങ്ങളും ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നാണ് ശിവദാസ് പറയുന്നത്. ശിവദാസ്, എപ്പോഴായിരിക്കും ഈ തിരുവാഭരണ ഘോഷയാത്ര? തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്നും ആണ് പുറപ്പെടുക. രാവിലെ പുറപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ജനുവരി 14 മകരവിളക്ക് ദിവസമായ ജനുവരി 14 സന്നിധാനത്തേക്ക് എത്തുക. ഇതിനിടെ വിവിധ ഇടങ്ങളിൽ ഇതിന് സ്വീകരണം നൽകുന്നുണ്ട്. ജനുവരി 14 ഉച്ചയോടുകൂടി തന്നെ ഇവിടെ സന്നിധാനത്ത് എത്താനാണ് സാധ്യത. ഇതിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങൾക്കടക്കം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സന്നിധാനവും പരിസരവും ശബരിമല പൂർണ്ണമായും ഇപ്പോൾ ഈ മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു മകരജ്യോതി കാണുക എന്നുള്ളത് ഒരു പുണ്യം തന്നെയാണ്. ഭക്തരെ സംബന്ധിച്ച് അത് വലിയ പുണ്യം തന്നെയാണ്. ആ ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കാരണം ഈ ഒരു മണ്ഡല സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ജനുവരി 14 മകരവിളക്ക് ദിവസം. ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടേക്ക് എത്തുന്ന ഭക്തരൊക്കെ തന്നെ ഇവിടെ തന്നെ തമ്പടിക്കുന്നത്. ആ ഒരു കാഴ്ച കാണാനും അതിൻ്റെ ഒരു ആത്മീയ നിർവൃതിയും പുണ്യവും നുകരുന്നതിനും വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തരും. അതോടൊപ്പം തന്നെ വിഷ്വൽ മീഡിയയിൽ അടക്കം എല്ലാ മാധ്യമങ്ങളിലും അടക്കം ഇത് കൃത്യമായി തന്നെ ലൈവായി തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടി സജ്ജമായി തന്നെ ഉണ്ടാകും. അതിൻ്റെ ഒരു നിർവൃതിയും ആത്മീയ അനുഭൂതിയും എല്ലാം തന്നെ നുകരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇനി 2 ദിവസം മാത്രമാണ് മകരവിളക്ക് മഹോത്സവത്തിനായുള്ളത്, മകരജ്യോതി ദർശിക്കാനായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തർ ആ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. അതിൻ്റെ ഒരുക്കത്തിൽ തന്നെയാണ് ശബരിമല പൂർണ്ണമായും ഇപ്പോൾ ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ തന്നെ അവസാന ഘട്ടത്തിൽ തന്നെയാണ്. എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലും അതിൻ്റെ ഒരു തിരക്കിലും തീർച്ചയായും ശിവദാസ് വ്യക്തമാണ്. മകരവിളക്കിന് 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ വർഷത്തിൽ ഒരു ദിവസം ഈ സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പൻ തന്റെ പിതാവിനെ ദർശനത്തിന് അനുവാദം നൽകുന്ന ദിവസമാണ്. 2 ദിവസം മാത്രമാണ്. മകരവിളക്ക് ജ്യോതി തെളിയാൻ വേണ്ടിയാണ് അയ്യപ്പ ഭക്തരെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. ശിവദാസ് ആണ് ഞങ്ങളുടെ പ്രതിനിധി ശബരിമലയിൽ നിന്നും വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.